മനുഷ്യനറിയാത്ത മനുഷ്യൻ്റെ വിലയെക്കുറിച്ചൊന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും സൗന്ദര്യമാർന്നത് സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. അതുപോലെ ഈ ഭൂമിയിലുള്ള സർവ്വതിനു മേലും മനുഷ്യന് ദൈവാധികാരം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ വില, നമ്മൾ സ്പെഷ്യലാണ്. നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് പോലും അതേപോലെ അല്ലേ, വെൽ ഡ്രസ്ഡ്, നല്ല നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ്, നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മളൊരു സംഭവമാണ്, മനുഷ്യനൊരു സംഭവം തന്നെയാണ് അല്ലേ. നമുക്കറിയാം ബൈബിളിൽ പറയുന്നുണ്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തൻ്റെ ഛായയിലാണ്. ഛായയിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളെ പോലുള്ള രൂപമില്ല, പക്ഷേ ദൈവത്തിന് എല്ലാം കാണാൻ കഴിയുന്നുണ്ട്, എല്ലാം കേൾക്കാൻ കഴിയുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, നല്ല സ്നേഹമുണ്ട്, കമ്പാഷൻ തോന്നുന്ന ഒരു മനസ്സുണ്ട്, നല്ല നല്ല ക്വാളിറ്റി ഉണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം ദൈവത്തിനുള്ള ക്വാളിറ്റികൾ നമുക്ക് തന്നു. നല്ലൊരു കണ്ണ് തന്നു, ദൈവത്തിൻ്റെ പോലെ നല്ല മനസ്സ് ഉള്ള ഒരു ഹൃദയം തന്നു, ദൈവത്തിൻ്റെ പോലെ അഗാധമായ ജ്ഞാനം, അത്രമാത്രമുള്ള നല്ല തലച്ചോറ് തന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒരു വലിയ ഡെവലപ്മെൻറ്റ് ഈ ലോകത്ത് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. എല്ലാ മേഖലകളിലും, സാങ്കേതിക മേഖലകളിലെല്ലാം, ശാസ്ത്രം എല്ലാം മനുഷ്യന് അത്രമാത്രം ജ്ഞാനമുണ്ട്. അപ്പം ദൈവത്തിൻ്റെ ക്വാളിറ്റിയിലാണ് മനുഷ്യൻ സൃഷ്ടിച്ചേക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന റെസ്പെക്റ്റ്, നമ്മുടെ ബന്ധങ്ങൾ, നമ്മൾ വഴി ഉണ്ടാകുന്ന ഒരുപാട് ജനറേഷൻസ്. അപ്പം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു. അതേപോലെ നമുക്കും ദൈവം സൃഷ്ടിക്കാനുള്ള ഒരു വലിയ കഴിവും തന്നു. ഈ ലോകത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള, ലോകത്തിലെ ഏറ്റവും അത്ഭുതമായിട്ട് നമ്മൾ നോക്കിക്കാണുന്ന, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കഴിവാണ് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളത്. അത് ഈ ലോകത്തിൽ ഏറ്റവും പവിത്രവും വിശുദ്ധിയുമുള്ള ദൈവ ഇഷ്ടമാണത്. അപ്പോൾ അത്രയും തരത്തിലുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വന്ന് ജീവിക്കുന്നു അല്ലേ. നമ്മളെക്കുറിച്ച് നമുക്കുള്ള സങ്കല്പങ്ങൾ അറിയാമല്ലോ. നമ്മൾ വളരെ ശ്രേഷ്ഠരാണ് എല്ലാവരും. ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ അവൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എല്ലാ മനുഷ്യനും. ആ മനുഷ്യൻ സുപ്രഭാതത്തിൽ മരിക്കുകയാണ് അല്ലേ. നമ്മൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു, ഒരുപാട് സമ്പത്തുണ്ടാക്കി, വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു, ഈ ഭൂമിക്ക് കുറേ സംഭാവനകളൊക്കെ നൽകി. ഒരു സുപ്രഭാതത്തിൽ പ്രായം തികഞ്ഞു, ചിലവർ പ്രായം തികയാതെ ആക്സിഡൻറ്റിൽ ഒക്കെ മരിക്കുകയാണ്. മരണം ഒരു നിസ്സാര വാക്കല്ല. മരണം പലരും പറയാറുണ്ട്, ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾ വിഷമടിച്ചങ്ങ് മരിക്കും. ഈ മരിക്കുന്നത് സത്യത്തിൽ എന്താണ്? അവൻ്റെ ഓർമ്മകൾ ഇല്ലാതാകുന്നു അല്ലേ. ഓർമ്മകൾ എന്നാ? തലച്ചോറ് പൊട്ടി ഒഴുകി കഴിയുമ്പോൾ അവൻ്റെ ഓർമ്മകൾ ഇല്ലാതാവുക. മനുഷ്യന് ശരീരം അഴുകിക്കഴിയുമ്പോൾ അവൻ ഇല്ലാതാവുകയാണ് അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ബന്ധുക്കള്, മക്കള്, ഭാര്യ അല്ലെ ഭർത്താവ്, അമ്മ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളൊക്കെ നമ്മളെ മറക്കും ഒരു സമയത്ത്. ആ സമയത്ത് നമ്മുടെ ജനനം അല്ലെങ്കിൽ നമ്മുടെ ജന്മം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കൊരു ശരീരം ദൈവം തന്നിട്ടുണ്ട്, അതുപോലെ ഒരു മനസ്സുണ്ട്. ഈ ശരീരം മനസ്സും കൊണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട്, നമ്മുടെ ആത്മാവ്. ഈ ലോകത്തിൽ ഏത് മനുഷ്യനായാലും അവൻ്റെ ആത്മാവ് ഉണ്ടെന്ന് മനസ്സിലാക്കണം, ഏത് മനുഷ്യനായാലും. അപ്പോൾ ഈ ലോകത്തിൽ ബൈബിൾ പറയുന്നൊരു വചനമുണ്ട്, ലോകത്തിൽ എന്ത് നേടിയാലും, ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഇന്ന് 4500 മതങ്ങളുള്ള ഈ ലോകത്ത് സ്വന്തം ആത്മാവിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചേ മതിയാവും. ഇന്ന് ഭൂമിയിൽ നമുക്ക് ദൈവമെന്ന് സങ്കല്പിക്കുവാൻ ആരെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അതിന് മുകളിലാണ് യേശുക്രിസ്തു. അത് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്.
നമ്മൾ സത്യം തിരിച്ചറിഞ്ഞേ മതിയാവും. നമുക്ക് നിത്യമായ ഒരു ജീവിതം ലഭിക്കണമെങ്കിൽ, നമ്മുടെ ആത്മാവിന് നിത്യമായ ഒരു ജീവൻ ലഭിക്കണമെങ്കിൽ നമ്മൾ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചേ മതിയാവും. പ്രധാനപ്പെട്ട 3 മതങ്ങളിൽ ഞാൻ എടുത്തു പറയാം. അറിഞ്ഞോ അറിയാതെയോ ആരും തിരിച്ചറിയാതെ പോവുകയാണോ, കണ്ണുകൾ കെട്ടിയിരിക്കുകയാണോ, അന്ധകാരത്തിലാണോ മനുഷ്യൻ എന്ന് തോന്നിപ്പോകുന്നു. കാര്യം ബൈബിളിൽ പിതാവെങ്കിലേക്ക്, ദൈവം തരുന്ന പുതിയ രാജ്യത്തിലേക്ക് പോകാൻ ദൈവം, യഹോവ ദൈവം മനുഷ്യൻ തന്നിരിക്കുന്ന ഏക നാമമാണ് യഹോവ. യഹോഷ്വയായി, രക്ഷകനായി യേശു എന്ന നാമം സ്വീകരിച്ച് ഭൂമിയിൽ വന്നു. സർവ്വ മനുഷ്യൻ്റെയും പാപം, മനുഷ്യന് സ്വയം പാപപരിഹാരം ചെയ്യാൻ കഴിയാത്തിടത്തോളം കാലം മനുഷ്യൻ രക്ഷയില്ല. അതുകൊണ്ട് ദൈവം തനിക്ക് യോജ്യമായ ഒരു സ്ത്രീയെ കണ്ടെത്തി പുത്രനായി ജനിക്കുന്നു. സകല മനുഷ്യൻ്റെ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ച് ആ ശിക്ഷ സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ച് തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാവാനുള്ള അവകാശം നൽകി ദൈവം തരുന്ന പുതിയ രാജ്യത്തിലേക്ക്, നിത്യമായ രാജ്യത്തിലേക്ക്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ മരണം നിത്യമരണമാകി തീർക്കരുത്. നിത്യമായ ഒരു ജീവിതം ദൈവം തരുന്നുണ്ട് നമ്മുടെ ആത്മാവിന്. അവിടെ മനുഷ്യൻ നിയന്ത്രിക്കുന്നതല്ല, ദൈവം നിയന്ത്രിക്കുന്ന പുതിയൊരു രാജ്യം. സ്വർഗരാജ്യം എന്ന് നമ്മൾ പറയുമെങ്കിലും ദൈവം തരുന്ന ഒരു പുതിയ രാജ്യമുണ്ട്. അതേപോലെ തന്നെ 2 വിശുദ്ധ ഗ്രന്ഥങ്ങളും, ഇപ്പോൾ ഖുറാനിലാണെങ്കിൽ പോലും ക്രിസ്തുവിനെ പ്രവാചകനായി കാണുന്നെങ്കിലും യേശുക്രിസ്തുവിന്റെ 2ാം വരവ് കൃത്യമായിട്ട് മുഹമ്മദ് നബി അതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അത് എന്തിന് എന്ന് നമ്മൾ ചിന്തിക്കണം. 2, ഹൈന്ദവ വേദഗ്രന്ഥമായ ഋഗ്വേദത്തിൽ, ആ 4 പുസ്തകത്തിലും വളരെ വ്യക്തമായി പറയുന്നു, ഈ ലോക മനുഷ്യന് അവനവൻ ചെയ്ത പാപങ്ങൾക്ക് സ്വയം പാപപരിഹാരം ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ബ്രഹ്മാവിൽ നിന്ന് ആദ്യം ഉരുവായ, അതായത് ആദ്യം സൃഷ്ടിച്ച പ്രജാപതി ചോദിച്ചു വാങ്ങി യോജ്യമായ ഒരു സ്ത്രീയെ കണ്ടെത്തി, ലളിതാംബികയെ കണ്ടെത്തി ഉരുവായി ജനിക്കുന്നു. അതിനുശേഷം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, പാപപരിഹാര ബലിക്കായിട്ട് ആ പുരുഷൻ, പുരോഹിതന്മാര്, അന്നത്തെ പുരോഹിതന്മാര് യാഗം കഴിപ്പിക്കുന്നതായിട്ട് വളരെ വ്യക്തമായിട്ട് സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്. ഋഗ്വേദം 10ാം സൂക്തത്തിലും അതേപോലെ പല ഭാഗങ്ങളിലായിട്ട് ഒരു യാഗം കഴിപ്പിക്കുന്ന ഒരു പുരുഷനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് പ്രജാപതി പ്രജകളുടെ രക്ഷകനായിട്ട് ബ്രഹ്മാവിൽ നിന്ന് യോജ്യമായ ഒരു സ്ത്രീയിൽ ജനിച്ച് ദൈവം ആരാണെന്നും എന്തിന് പ്രാർത്ഥിക്കണമെന്നും ദൈവത്തിങ്കിലേക്ക് എങ്ങനെ പോകണമെന്നും എല്ലാം പഠിപ്പിച്ചിട്ട് സ്വയം യാഗമായി യൂപത്തിൽ, അതായത് മരത്തൂണിൽ തറയ്ക്കപ്പെട്ട് മരിച്ച ഒരു പുരുഷനെ കുറിച്ച് ഹൈന്ദവ വേദഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കുന്നത്, ഒരു മനുഷ്യന് അവൻ്റെ ആത്മാവിന് മോക്ഷം ലഭിക്കണമെങ്കിൽ അവൻ ഈ ഭൂമിയിൽ ചെയ്ത ഒരു കാര്യം കൊണ്ടും അവന് മോക്ഷമില്ല. കാര്യം മനുഷ്യനെല്ലാം പാപം ചെയ്യുന്നു, പാപം ചെയ്തവരാണ്, പശ്ചാത്തപിക്കുന്നവരാണ്, മാറ്റം വരുത്തുന്നവരാണ്, മനമാറ്റമുള്ളവരാണ്, നല്ലവരാവണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അതിനപ്പുറം ദൈവം മനുഷ്യനൊരു ക്വാളിറ്റി തന്നിട്ടുണ്ട്, മനസാക്ഷി എന്നൊരു ക്വാളിറ്റി ഉണ്ട്. ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ബുദ്ധമതമായാലും നിരീശ്വരവാദിയായാലും ഏത് മനുഷ്യനും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ക്വാളിറ്റിയാണ് മനസാക്ഷി. ഏത് തെറ്റ് ചെയ്യുമ്പോഴും അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. അതിനപ്പുറം ദൈവം മനുഷ്യന് ഒരു ഇച്ഛാസ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവന് ഇഷ്ടമുള്ളത് കാണുമ്പോൾ, അവനൊരു പൂവ് കണ്ടാൽ അത് ആസ്വദിക്കാം, പൂവ് കണ്ടാൽ അത് വേണേൽ അത് പിച്ചി കളയാം. അപ്പോൾ ഒരു ഇച്ഛാസ്വാതന്ത്ര്യമുണ്ട്. ആരും ദൈവം ഒരു റോബോട്ടായിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ ഭൂമി നടക്കുന്നത് എന്താണ്, ഈ ഭൂമിയിൽ ഇങ്ങനെയുള്ള തിന്മകൾ നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെ നിയന്ത്രിക്കുന്നത് ആരാണ്? മനുഷ്യനാണ്, പിശാചാണ്. ഒരു നെഗറ്റീവ് എനർജി ഈ ഭൂമിയിൽ നിൽക്കുന്നുണ്ട്. മനുഷ്യൻ നിയന്ത്രിക്കുന്ന ഒരു ഭൂമിയാണിത്. ഇതെല്ലാം കഴിഞ്ഞ് ദൈവം നിയന്ത്രിക്കുന്ന ഒരു രാജ്യം വരും. അതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളൊരു
നീതിയോടെ ന്യായത്തോടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോരുത്തരും സ്വന്തം ആത്മാവിനെ നിത്യരക്ഷ, അതായത് ദൈവം തരുന്ന ഒരു പുതിയ രാജ്യത്തിലേക്ക്, അതായത് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന പുതിയ രാജ്യത്തിലേക്ക്, ഇത്രയും വിലപ്പെട്ട മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ വെറുതെ ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച് ജോലി ചെയ്ത് സമ്പത്തുണ്ടാക്കി നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ മക്കളെ വളർത്തി മക്കളെ വിവാഹം കഴിപ്പിച്ച് നല്ല വീടുകൾ വെച്ച് നല്ല വാഹനം വാങ്ങി അങ്ങ് തീർന്നു പോകാനുള്ളതല്ല നമ്മുടെ ഉള്ളിലുള്ള ഒരു സോൾ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ്? നമ്മുടെ ശരീരവും മനസ്സും കൊണ്ട് നമ്മുടെ ആത്മാവിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അത് വേണമെങ്കിൽ നിത്യ പിതാവിലേക്ക്, സർവശക്തനായ ദൈവത്തെങ്കിലേക്ക്, നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ച ദൈവത്തെങ്കിലേക്ക്, സർവ്വവ്യാപിയായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തെങ്കിലേക്ക്. നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ച ഒറ്റ ദൈവമാണ്. നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി എല്ലാം നോക്കൂ, വ്യത്യാസമൊന്നുമില്ല അല്ലേ? നമ്മളെല്ലാം ഒരേപോലെയാണ് ഇരിക്കുന്നത്. മനുഷ്യനാണ് പല പല മതവിശ്വാസങ്ങൾ കൊണ്ടുവന്നത്. അപ്പം ദൈവത്തെങ്കിലേക്ക് തിരികെ പോകാൻ, ദൈവം തരുന്ന പുതിയ രാജ്യത്തിലേക്ക് പോകാൻ നമ്മുടെ ആത്മാവിനെ നമുക്ക് ദൈവത്തെങ്കിൽ ഏൽപ്പിക്കണമെങ്കിൽ നമുക്ക് വേണ്ടി അല്ലേ, ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകുന്നത് പോലെ നമ്മുടെ പാപത്തിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മളെ വീണ്ടെടുപ്പിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ഈ ഭൂമിയിൽ എന്ത് നേടിയാലും സ്വന്തം ആത്മാവ് ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ദൈവത്തിങ്കിലേക്ക് തിരികെ പോകില്ല, പുതിയ രാജ്യത്തിലേക്ക് പോകില്ല. അപ്പോൾ എല്ലാവരും യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചേ മതിയാവും. ഇതിന് എന്ത് തന്നെ തർക്കമുണ്ടായാലും ഇതാണ് വാസ്തവം, ഇതാണ് സത്യം. ബൈബിളാണ് സത്യം. ഈ ലോകത്തിൽ നമ്മൾ കണ്ട ഫേമസ് ആയിട്ടുള്ള ഒരുപാട് നിരവധി ആൾക്കാർ എല്ലാം, ഒരാളുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ മഹാത്മാഗാന്ധി പോലും ഈ അഹിംസ ഇതൊക്കെ തിരഞ്ഞെടുക്കാൻ കാര്യം ബൈബിൾ വായനയിലൂടെയാണ്. അപ്പം സ്നേഹം എന്ന ദൈവ സന്ദേശം ദൈവം പ്രവാചകന്മാരിലൂടെ തന്നു. ഏറ്റവും അവസാനം മനുഷ്യന്റെ രക്ഷയ്ക്കായി തൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ വചനത്തെ ഭൂമിയിൽ മനുഷ്യനായി ജനിപ്പിച്ചു. വളരെ വ്യക്തമാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. അപ്പം എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, രക്ഷ പ്രാപിക്കുക, പരസ്പരം സ്നേഹിക്കുക. ഈ ലോകം അവസാനിക്കുന്നത് മുമ്പ് സുവിശേഷം എല്ലാവരും കേട്ടിരിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ഇപ്പം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുക്കെ നമ്മൾ നോക്കിയാൽ അറിയാം, സോഷ്യൽ മീഡിയയിൽ സുവിശേഷം വേല ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. മറ്റൊരാളിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത്. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.